മന്ത്രവാദി പറഞ്ഞത് അർജന്റീന തോൽക്കുമെന്നായിരുന്നു. പക്ഷേ ചരിത്രമൊരിക്കലും പ്രവചനങ്ങൾ കേട്ടെഴുതാറില്ല. അത് എഴുതുന്നത് പോരാളികളാണ്. ഇന്നും അത് തന്നെയാണ് ഫുട്ബോൾ ലോകം കണ്ടത്. ലോകകപ്പിന്റെ റൗണ്ട് ഓഫ് 32 പോരാട്ടത്തിൽ കേപ്പ് അർജന്റീനക്ക് ഒട്ടും എളുപ്പമായിരുന്നില്ല. അണ്ടർ ഡോഗായി ഇറങ്ങിയ കേപ്പ് അവസാന നിമിഷം വരെ ലോക ചാമ്പ്യന്മാരെ വിറപ്പിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ മത്സരത്തിന്റെ 29-ാം മിനിറ്റിൽ ആരെന്ന് പറയേണ്ടതില്ല. ലോക ഫുട്ബോളിന്റെ രാജാവ് ലയണൽ മെസ്സി ഒരു ക്ലാസിക് ഫിനിഷിലൂടെ അർജന്റീനയെ മുന്നിലെത്തിച്ചു. ആരാധകർ കരുതിയത് ഈ മത്സരം അർജന്റീന ഏകപക്ഷീയമായി വിജയിക്കുമെന്നായിരുന്നു. എന്നാൽ കേപ്പ് കീഴടങ്ങിയിരുന്നില്ല. 59-ാം മിനിറ്റിൽ ഡുവാട്ടെ ഗോൾ നേടി മത്സരം സമനിലയാക്കുന്നു. അർജന്റീനയുടെ പ്രതിരോധം തകർന്ന നിമിഷങ്ങളായിരുന്നു പിന്നെ കണ്ടത്. മത്സരത്തിന്റെ 90 മിനിറ്റിൽ വിജയിയെ കണ്ടെത്താനായില്ല. മത്സരം അധിക സമയത്തിലേക്ക് നീങ്ങുകയാണ്. അവിടെ വീണ്ടും രക്ഷകനായെത്തിയത് ലിസാൻഡ്രോ മാർട്ടിനസ് ആയിരുന്നു. 92-ാം മിനിറ്റിൽ നേടിയ ഗോളിലൂടെ അർജന്റീനയെ വീണ്ടും മാർട്ടിനസ് മുന്നിലെത്തിച്ചു. പക്ഷേ ഈ കഥ അവിടെയും അവസാനിച്ചില്ലായിരുന്നു. മത്സരത്തിന്റെ 103-ാം മിനിറ്റ് ലോപ്പസ് എന്ന താരം കെബേഡക്കായി വീണ്ടും സമനില ഗോൾ നേടുകയാണ്. ലോക ചാമ്പ്യന്മാരെ പോലും പുറത്താക്കുമോ എന്ന സംശയം ആരാധകരുടെ മനസ്സിൽ ഉയർന്നിരുന്നു. എന്നാൽ ഫുട്ബോൾ ചിലപ്പോൾ വിചിത്രമായ കഥകളാണ് എഴുതാറുള്ളത്. 111-ാം മിനിറ്റിൽ ലയണൽ മെസ്സിയുടെ ഒരു കോർണറിൽ നിന്ന് കുട്ടി റൊമേറോ പന്ത് വലയിലേക്ക് അടിച്ചു കയറ്റുന്നു. അതിനാൽ തന്നെ അർജന്റീനക്ക് ഒരു സുവർണ ലീഡാണ് ലഭിച്ചത്. 6 നിമിഷം മത്സരത്തിന്റെ വിധി മാറ്റിയെഴുതി. അവസാന വിസിൽ മുഴങ്ങിയപ്പോൾ സ്കോർ ബോർഡിൽ അർജന്റീന 3 കേപ്പ് 2. മത്സരത്തിന് മുമ്പുള്ള പ്രവചനങ്ങളെല്ലാം തകർന്നു. വിമർശകർക്ക് മറുപടി ലഭിച്ചു. ലോക ചാമ്പ്യന്മാർ വീണ്ടും അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അർജന്റീനയെ എഴുതിത്തള്ളാൻ എളുപ്പമാണ്. പക്ഷേ അർജന്റീനയെ തോൽപ്പിക്കാൻ ഇന്നും അത്ര എളുപ്പമല്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. ഈ മത്സരത്തിലൂടെ ലോക ഫുട്ബോൾ ചരിത്രത്തിൽ പുതിയൊരു നാഴികക്കല്ല് പിന്നിട്ടിരിക്കുകയാണ് സാക്ഷാൽ ലയണൽ മെസ്സി. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ നൽകിയ താരമെന്ന ലോക റെക്കോർഡാണ് ഇപ്പോൾ ലയണൽ മെസ്സിയുടെ പേരിലായത്. ഓരോ മത്സരം കഴിയും തോറും പുതിയ റെക്കോർഡുകൾ തിരുത്തിക്കുറിക്കുന്ന കാഴ്ചയാണ് അദ്ദേഹത്തിലൂടെ ഫുട്ബോൾ ലോകം ഇന്ന് കാണുന്നത്. മെസ്സിയെ കേവലം ഒരു ഗോളടിക്കാരൻ എന്ന നിലയിൽ മാത്രമല്ല ലോകം അറിയപ്പെടുന്നത്. അതിലുപരി ഫുട്ബോൾ മൈതാനങ്ങളിലെ ഏറ്റവും മികച്ച പ്ലേമേക്കർ കൂടിയാണ് സാക്ഷാൽ ലയണൽ മെസ്സി. താൻ ഗോളുകൾ നേടുന്നതിനോടൊപ്പം തന്നെ സഹതാരങ്ങൾക്ക് ഗോളടിക്കാൻ വഴിയൊരുക്കുന്നതിലും അദ്ദേഹം എക്കാലത്തും വലിയ പങ്ക് വഹിക്കുന്ന ഒരു താരമായിരുന്നു. ടീമിനെ മുന്നോട്ട് നയിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഈ പ്ലേ മേക്കിംഗ് മികവിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ പിറന്നിരിക്കുന്ന ഈ ലോക റെക്കോർഡ്. അർജന്റീനയുടെ തന്നെ ഇതിഹാസ താരമായ ഡീഗോ മറഡോണയെയാണ് ഈ സുവർണ നേട്ടത്തിൽ ലയണൽ മെസ്സി മറികടന്നത്. ലോകകപ്പുകളിൽ നിന്നായി 8 അസിസ്റ്റുകൾ എന്ന മറഡോണയുടെ പേരിലുണ്ടായിരുന്ന റെക്കോർഡ് മെസ്സി ഇപ്പോൾ പഴങ്കഥയാക്കിയിരിക്കുകയാണ്. തൻ്റെ ലോകകപ്പ് കരിയറിൽ ആകെ 9 അസിസ്റ്റുകളാണ് ലയണൽ മെസ്സി സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ മത്സരത്തിൽ ലയണൽ മെസ്സിയുടെ മായാജാലങ്ങൾ കണ്ടെങ്കിലും കേപ്പ് ഈ പ്രകടനം നമ്മൾ എടുത്തു പറയേണ്ടതാണ്. 2026 ഫിഫ ലോകകപ്പിലെ റൗണ്ട് ഓഫ് 32 പോരാട്ടത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെയാണ് കേപ്പ് എന്ന ഒരു കുഞ്ഞൻ രാജ്യം വിറപ്പിച്ചത്. നിശ്ചിത 90 മിനിറ്റ് സമയം അവസാനിക്കുമ്പോൾ 1-1 എന്ന നിലയിൽ ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച ടീമിനെ തളച്ചിടാൻ അവർക്ക് കഴിഞ്ഞെങ്കിൽ അതിൻ്റെ പൂർണ്ണ ക്രെഡിറ്റും അവരുടെ ആ താരങ്ങൾക്ക് തന്നെയാണ്. അതിൽ എടുത്തു പറയേണ്ട ഒരു താരമായിരുന്നു കാവൽ ഭടനായ ഒസീന എന്ന ഇതിഹാസ ഗോൾ കീപ്പർ. ഒരു കൊച്ചു രാജ്യത്തിന്റെ പ്രതീക്ഷകൾ മുഴുവൻ തോളിലേറ്റി കളത്തിലിറങ്ങിയ അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ അവരുടെ ഏറ്റവും വലിയ രക്ഷകനായി മാറുകയായിരുന്നു. ഒരിക്കലും ഫുട്ബോൾ ലോകം കാണാത്ത ഒരു രക്ഷക വേഷമായിരുന്നു അയാൾ ഈ വേൾഡ് കപ്പിൽ ആരാധകർക്ക് വേണ്ടി കാണിച്ചു കൊടുത്തത്. ലയണൽ മെസ്സിയും ജൂലിയൻ അൽവാരസും ഉൾപ്പെടുന്ന അർജന്റീനയുടെ ലോകോത്തര മുന്നേറ്റ നിരയുടെ നിരന്തരമുള്ള ആക്രമണങ്ങളെ ഒരു ഉരുക്കുകോട്ട പോലെയാണ് ഒസീന നേരിട്ടത്. 29-ാം മിനിറ്റിൽ സാക്ഷാൽ മെസ്സിയുടെ ഗോളിൽ അർജന്റീന മുന്നിലെത്തിയെങ്കിലും പിന്നീട് അവർക്ക് സ്കോർ ചെയ്യാൻ കഴിയാതിരുന്നത് ഒസീനയുടെ അമാനുഷികമായ സേവുകൾ കൊണ്ടായിരുന്നു. അർജന്റീനയുടെ ഉറപ്പായ പല ഗോളുകളും തൻ്റെ അവിശ്വസനീയമായ ഡൈവുകളിലൂടെ അദ്ദേഹം തട്ടിയകറ്റി. ബോക്സിനുള്ളിലേക്ക് വന്ന അപകടകരമായ ക്രോസുകൾ കൃത്യമായി പിടിച്ചെടുക്കാനും
നിർണായക നിമിഷങ്ങളിൽ അതിവേഗം പ്രതികരിച്ച് ടീമിന്റെ വല കാക്കാനും ഈ 40-കാരന് സാധിച്ചിട്ടുണ്ട്. ഒന്നോർക്കണം, അയാളുടെ പ്രായം 40 വയസ്സാണ്. കേപ്പ് വെർഡിയെ സംബന്ധിച്ചിടത്തോളം വൊസീഞ്ഞ വെറുമൊരു കളിക്കാരൻ മാത്രമല്ല, അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകിയ ഒരു ഇതിഹാസ താരമാണ്. ലോകഭൂപടത്തിൽ വളരെ ചെറിയൊരു രാജ്യമായ കേപ്പ് വെർഡെയെ ലോകത്തിന്റെ നൗക്കൌട്ട് ഘട്ടം വരെ എത്തിച്ചെങ്കിലും അവിടെ നിലവിലെ ചാമ്പ്യന്മാർക്കെതിരെ അചഞ്ചലമായി നിലകൊള്ളാൻ സഹായിച്ചതും അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്തും അർപ്പണബോധവും കൊണ്ട് മാത്രമായിരുന്നു. അർജന്റീനയെ പോലൊരു വമ്പൻ ടീമിനെതിരെ ഒട്ടും ഭയമില്ലാതെ അദ്ദേഹം നടത്തിയ ഈ ഐതിഹാസിക പ്രകടനം ഫുട്ബോൾ ചരിത്രത്തിൽ എക്കാലത്തും സുവർണലിപികളിൽ എഴുതപ്പെടും. തീർത്തും അവിശ്വസനീയമായ ഒരു പോരാട്ടമാണ് അയാൾ കാഴ്ചവെച്ചത്.